5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ പലഹാരം പുറമേ വളരെ ക്രിസ്പിയും അകത്ത് വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നെയ്പത്ര ഉണ്ടാക്കാനായി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. 2 കപ്പ് തിളയ്ക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഈ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അരി എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നുകിൽ 5 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ 1 പീസ് സവോള, ഇതാണ് വേണ്ടത്. ഞാൻ ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകമാണ് വേണ്ടത്. അത് ഈ സമയത്ത് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തേങ്ങയും സവോളയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, അരയ്ക്കുന്നില്ല. ഇപ്പം നമ്മുടെ അരിമാവൊക്കെ സോഫ്റ്റായിട്ടുണ്ടാവും. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇത് അരക്കുന്ന സമയം മാത്രം നമ്മളിത് അടച്ച് വെച്ചാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ കൈവച്ച് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ് വെച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആവാത്തവർക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം. ചൂട് മാറാൻ നിൽക്കരുത് ഒരിക്കലും. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഉരുട്ടി ഒരു വാഴയിലയിൽ പരത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇത് കാസർഗോഡ് ഭാഗത്തുണ്ടാക്കുന്ന നെയ്പത്രയാണ്. ഇത് വെറുതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ മുട്ടക്കറി, ചിക്കൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ഒരു പലഹാരം തന്നെയാണ്. ഇനി ചൂടായ എണ്ണയിൽ ഇത് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിട്ട ഉടനെ തന്നെ ഇതുപോലെ എണ്ണ തേവി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.